നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ. നമുക്കറിയാം നമ്മുടെ പാഠത്തിൽ നമുക്കിത് രണ്ട് കാര്യങ്ങൾ കൂടിയേ പഠിക്കാനുള്ളൂ. ഒന്ന് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണവും അതുപോലെ തന്നെ അലൂമിനിയത്തിൻ്റെ വ്യാവസായിക നിർമ്മാണവുമാണ് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇരുമ്പ് എങ്ങനെ നിർമ്മിക്കാം, അല്ലെങ്കിൽ ഇരുമ്പ് വ്യാവസായിക അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പഠിക്കാനാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് എന്താണ് അയൺ. അപ്പോൾ ഞാൻ IPI എന്നൊക്കെ കൊടുത്തിട്ട് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം. അപ്പോൾ നമുക്കറിയാം ഇരുമ്പ് വ്യാവസായികമായിട്ട് നിർമ്മിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഇരുമ്പിൻ്റെ ഒരു അയിര് വേണം, അല്ലേ? അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ഓറ് വേണം. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇരുമ്പ് നിർമ്മിക്കാനായിട്ട് എടുക്കുന്ന ഇരുമ്പിൻ്റെ അയിരെന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് ആണ്. എന്താണ് ഹേമറ്റൈറ്റ്? ഹേമറ്റൈറ്റിന്റെ ഫോർമുല നമുക്കറിയാം, എന്താണ്? Fe2O3 ആണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എടുത്തു, എന്താണ്? ഇരുമ്പ് ഉണ്ടാക്കാനായിട്ട്, ഇരുമ്പ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇരുമ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഇരുമ്പിന്റെ അയിരെന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് ആണ്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? Fe2O3 ആണ് എന്ന് നമുക്ക് ഇത് നോക്കി. നമ്മൾ മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണം പഠിച്ച സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങളും കൂടി പഠിച്ചായിരുന്നു. എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം, ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ ആണ് എന്തുണ്ടാക്കുന്നത്, ഓരോ ലോഹങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരിലുള്ള സാധാരണ എന്നൊരു വകുപ്പാണ് പഠിച്ചത്, അല്ലേ? അപ്പൊ നമുക്ക് ഈ ഹേമറ്റൈറ്റിനെ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യണം, അല്ലെങ്കിൽ സാന്ദ്രണം ചെയ്യണം. ഇപ്പൊ സാധാരണഗതിയിൽ നമുക്ക് ഏത് വഴി എടുക്കാം? നമുക്കറിയാം ഇരുമ്പ് എന്ന് പറയുന്ന മാഗ്നറ്റിക് നേച്ചർ ഉള്ളതാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ എടുക്കാം, കാന്തിക വിഭജനം വഴി അതിനെ എന്താ കോൺസെൻട്രേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അതിനെ സാന്ദ്രണം ചെയ്യാം. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത് ജലപ്രവാഹത്തിൽ കഴുകൽ അല്ലെങ്കിൽ ലെവിഗേഷൻ എന്ന മാർഗമാണ് സാധാരണഗതിയിൽ. ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്, അല്ലെങ്കിൽ എന്താണ് ജലപ്രവാഹത്തിൽ കഴുകൽ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മളിവിടെ ഹേമറ്റൈറ്റിനെ ജലപ്രവാഹത്തിൽ കഴുകിയത് അല്ലെങ്കിൽ ലെവിഗേഷൻ നടത്തിയത്? ഹേമറ്റൈറ്റില് എന്ത് കൂടുതൽ? ഹേമറ്റൈറ്റിനകത്തുള്ള ഇമ്പ്യൂരിറ്റിയെക്കാളും ഡെൻസിറ്റി ആർക്ക് കൂടുതലാണ്? ഹേമറ്റൈറ്റിന് കൂടുതലായതുകൊണ്ട് നമ്മൾ അതിനെ ജലത്തിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഭാരം കൂടിയ ഹേമറ്റൈറ്റ് അല്ലെങ്കിൽ ഓറ്, സാന്ദ്രത കൂടിയ ഓറ് താഴേക്ക് പോവുകയും ഭാരം കുറഞ്ഞ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ആണ് വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് സാന്ദ്രണം ചെയ്യാനായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ പരിചയപ്പെട്ടു. ഒന്ന്, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇരുമ്പ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെ അയിരാണ് ഹേമറ്റൈറ്റ്. അതിന്റെ ഫോർമുല എന്താണ്? Fe2O3 ആണ്. ലെവിഗേഷൻ വഴിയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സാന്ദ്രണ രീതി അല്ലെങ്കിൽ സാന്ദ്രീകരണ രീതി എന്താണ്? ലെവിഗേഷൻ അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകൽ ആണ്. എന്നിട്ടും നമ്മൾ അപ്പൊ ഇങ്ങനെ ജലപ്രവാഹത്തിൽ കഴുകിയെടുത്ത് അല്ലെങ്കിൽ ലെവിഗേഷൻ ചെയ്ത് നോക്കിയിറക്കി നമ്മൾ നോക്കിയപ്പോൾ എന്ത് ചെയ്തു? അതിനകത്ത് ഒരു ഇമ്പ്യൂരിറ്റി അഥവാ ഗ്യാങ് അതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇതിനകത്തുള്ള ഗ്യാങ് എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. എന്താണ്? സിലിക്കൺ ഡയോക്സൈഡ്. അപ്പൊ നമ്മൾ പഠിച്ച പണി 18 നോക്കിയിറക്കിയും ഈ സിലിക്കൺ ഡയോക്സൈഡിനെ ഇതിനകത്ത് നിന്ന് നീക്കം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ സിലിക്കൺ ഡയോക്സൈഡിനെ നമുക്ക് നീക്കം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടികളെല്ലാം നമ്മൾ ഒരു ഫർണസിനകത്താണ് നടത്തുന്നത്. ഫർണസ് എന്ന് പറയുമ്പോൾ നമ്മൾ പടത്തിൽ കണ്ടതാണ് ഫർണസ്. ഇങ്ങനെ ഇരിക്കുന്നത്, അതായത് ഇതിന് അകത്ത് വളരെ വലിയ ചൂടാണുള്ളത്. ഇതിന് പുറത്ത് നമ്മളൊരു കോട്ടിങ് ചെയ്ത് വലിയ കോട്ടിങ് ഉണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ പുറത്ത് കോട്ടിങ് ചെയ്തിരിക്കുന്നത്? ഇതിനകത്തുള്ള ഈ ചൂട് ഒന്നും പുറത്തേക്ക് വരാതിരിക്കാനായിട്ട്. നമ്മൾ ഫ്ലാസ്ക് ഉണ്ടല്ലോ, നമ്മുടെ കുടിവെള്ളം കൊണ്ടുവരുന്ന ചൂടുവെള്ളം കൊണ്ടുവരുന്ന ഫ്ലാസ്ക് ഉണ്ടല്ലോ, അത് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര ചൂടായിരിക്കും, അല്ലേ? ഇതിനകത്ത് ഭയങ്കര ചൂടായിരിക്കും. അതായത് നല്ല ചൂടിലാണ് ഇനിയുള്ള പരിപാടികളെല്ലാം നടക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ ഫർണസാണ്, ഇതൊരു ചൂളയാണ്, അല്ലേ? അപ്പോൾ ഈ ഫർണസിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസ് എന്നാണ്. എന്താ വിളിക്കുന്നത്? ബ്ലാസ്റ്റ് ഫർണസ്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള ഇരുമ്പിന്റെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്, ഈ ലെവിഗേഷന് ശേഷമുള്ള ബാക്കി പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എന്തിനാണ്? ഈ ബ്ലാസ്റ്റ് ഫർണസിലാണ് നടക്കുന്നത്.
ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് തന്നെ വിളിക്കാൻ കാര്യം? വേറെ എന്തെങ്കിലും ഫർണസ് എന്ന് വിളിച്ചാൽ പോലെ. അപ്പൊ ആദ്യം നമ്മൾ അറിയണം എന്താണ് ബ്ലാസ്റ്റ് എന്ന് അറിയണം. ഫ്ലോ ഓഫ് ഹോട്ട് എയർ, ചൂടുള്ള വായുവിന്റെ പ്രവാഹത്തെയാണ് നമ്മൾ ബ്ലാസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതായത് നല്ല ചൂട് വായു ഇങ്ങനെ സഞ്ചരിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബ്ലാസ്റ്റ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ എന്ത് കിട്ടും? ഇതിനകത്ത് എന്ത് കാണാം? നല്ല ചൂടുള്ള വായു ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ബ്ലാസ്റ്റ് ഇതിനകത്ത് നടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബ്ലാസ്റ്റ് പോകുന്നത് കൊണ്ടാണ് ഈ ഫർണസിനെ എന്ത് പേരിട്ട് വിളിച്ചത്? ബ്ലാസ്റ്റ് ഫർണസ് എന്ന പേരിട്ട് വിളിച്ചത്. അപ്പൊ ഈ ഫർണസിന്റെ പ്രത്യേകതകൾ എന്താണ്? അത് ലൈനിങ് കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഭയങ്കര വലിയ ടെമ്പറേച്ചർ ആണ്. ആ ചൂട് പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇതിനെ നല്ല രീതിയിൽ കോട്ടിങ് ചെയ്തൊക്കെ വച്ചു ആണല്ലോ. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസിനകത്താണ് ഇനി പരിപാടി നടക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിയിൽ നല്ല അതിശക്തമായ ചൂടൊക്കെ കൊടുക്കുന്നുണ്ട്. ബാക്കി നിങ്ങളുടെ പുസ്തകത്തിനകത്ത് നോക്കിയാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ ആ ഫിഗറിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലപോലെ മനസ്സിലാവും. അപ്പൊ നമ്മുടെ പരിപാടികളെല്ലാം ഇനി എന്തിൽ നടക്കാൻ പോവുകയാണ്? ബ്ലാസ്റ്റ് ഫർണസിനകത്ത് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നോക്കിയേ, ഇതിനകത്തേക്ക് നമ്മൾ ഈ ജലപ്രവാഹത്തിൽ കഴുകി സാധാരണ ചെയ്തു വെച്ച ഈ ഹേമറ്റൈറ്റും അതിനോടൊപ്പം 2-3 സാധനങ്ങളും കൂടെ ചേർത്ത് നമ്മൾ ഈ ഫർണസിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ അടിയിൽ നമുക്ക് എന്ത് കിട്ടും? പ്യുവർ അയൺ നമുക്ക് കിട്ടും. ആ പരിപാടി എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് പൗഡേർഡ് ഹേമറ്റൈറ്റ് അല്ലെങ്കിൽ പൗഡേർഡ് Fe2O3. അതായത് നമ്മളിവിടെ സംഭരണം ചെയ്തു വെച്ച ഈ ഹേമറ്റൈറ്റിനെ നല്ല രീതിക്ക് പൊടിച്ച ഹേമറ്റൈറ്റിനോടൊപ്പം കുറച്ച് കാൽഷ്യം കാർബണേറ്റും അതുപോലെ തന്നെ കുറച്ച് കോക്കും കൂടെ ചേർത്ത് നമ്മൾ ഇതിനകത്തേക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്? പൗഡേർഡ് ഹേമറ്റൈറ്റ്, കാൽഷ്യം കാർബണേറ്റ്, അതുപോലെ തന്നെ കോക്ക് അഥവാ ഏറ്റവും പ്യുവർ കാർബണാണ് നമ്മൾ കോക്ക് എന്ന് വിളിച്ചത്. അപ്പൊ ഇവര് 3 പേരെയും കൂടെ പൊടിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഇടുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് അയൺ ഇതിനകത്ത് കിട്ടും. അപ്പൊ അത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നു. ഇതിനകത്തിട്ട ഈ 3 പേരെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് ചാർജ് എന്നാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. എന്താണ് ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിലെ ചാർജ് ഏതാണ് എന്ന് ചോദിക്കുക. ഏതാണ്? പൗഡർ ഹേമറ്റൈറ്റ്, കാൽഷ്യം കാർബണേറ്റ്, അതുപോലെ തന്നെ കോക്ക്. ഇവരാണ് നമ്മുടെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. നമ്മൾ ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് എടുക്കുന്ന ഓർ എന്ന് പറയുന്നത്. അതിനെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന മെത്തേഡ് ലെവിഗേഷൻ അഥവാ ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന് പറഞ്ഞ മാർഗമാണ്. നമ്മൾ എന്ത് ചെയ്തിറക്കി അതിനകത്തുള്ള ഗ്യാങ്ങായ സിലിക്കൺ ഡയോക്സൈഡ് അതിനകത്ത് നീക്കം ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബാക്കി പരിപാടികൾക്കെല്ലാം വേണ്ടിയിട്ട് നമ്മളൊരു ഫർണസ് സെറ്റ് ചെയ്തു. ഫർണസിനെ വിളിച്ചു ബ്ലാസ്റ്റ് ഫർണസ്. എന്തുകൊണ്ട് അതിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പേരിട്ട് വിളിക്കാൻ കാരണം ഇതിനകത്ത് ബ്ലാസ്റ്റ് ഉണ്ട്. അതായത് ഹോട്ട് എയർ ഫ്ലോ ഓഫ് ഹോട്ട് എയർ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ചൂട് വായു ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ ഫർണസിനെ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് വിളിച്ചു. ഇനി നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിനകത്തേക്ക് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണ്? പൗഡേർഡ് ഹേമറ്റൈറ്റ്, കാൽഷ്യം കാർബണേറ്റ്, അതുപോലെ തന്നെ കാർബൺ, പ്യുവർ കാർബണായ കോക്ക് അല്ലേ. അപ്പോൾ ഈ ഇടുന്ന 3 പേരെയും കൂടെ ചേർത്ത് നമ്മൾ എന്തെന്ന് വിളിച്ചു? ചാർജ് എന്ന വിളിച്ചു. അപ്പൊ ഇതിനകത്ത് ഇട്ട് കഴിയാൻ പറയുന്നു. ഇതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് കുറെ റിയാക്ഷൻ നടന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് അയൺ കിട്ടും. നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് നമുക്ക് ഇതിലേക്ക് അരി പൊടിപ്പിക്കാനായിട്ട് ഇടുമ്പോൾ താഴെ പൊടി വരുന്നത് പോലെ ഇട്ട അതേ സെക്കൻഡിൽ തന്നെ നമുക്ക് താഴെ റിയാക്ഷൻ ഒക്കെ നടന്നിട്ട് അയൺ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരും. പക്ഷെ നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഓരോ സ്റ്റെപ്പുകളാക്കി തരംതിരിച്ച് പഠിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഒരു 5 കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതായത് 5 റിയാക്ഷനും ഒരുമിച്ചാണ് നടക്കുന്നത്. വളരെ പെട്ടെന്ന് ഇന്ന് നടക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒരു ഓർഡർ ആക്കി ആദ്യം ഇന്നത് നടക്കും, അതിനുശേഷം ഇന്നത് നടക്കും എന്ന രീതിയിൽ പഠിക്കാനായിട്ട് പോകും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റ് ഫർണസിനകത്തുള്ള റിയാക്ഷനുകളെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ എന്താണ്? നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത സാധനങ്ങൾ ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ് അല്ലേ, പൗഡേർഡ് ഹേമറ്റൈറ്റ്, അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റ്, അതുപോലെ തന്നെ കാർബൺ. ഇത്രയും ആൾക്കാരെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നടക്കുന്ന പരിപാടി മൊത്തം 5 ഇക്വേഷനുകളാണ് അല്ലെങ്കിൽ 5 രാസപ്രവർത്തനങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. ഈ 5 എണ്ണത്തിന് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഒരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഓർഡർ മാറ്റിയിട്ട് വേറൊരു ഓർഡർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഓർഡറാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഓർഡറാണോ മനസ്സിലാകുന്നത്, കൂടുതൽ എളുപ്പം മനസ്സിലാകുന്നത്, ആ രീതിയിലാണ് പഠിക്കുക. അതായത് 5 ഇക്വേഷനിൽ 5 എണ്ണത്തിൽ ഞാൻ ആദ്യം ഒരു ഇക്വേഷൻ എഴുതി അങ്ങനെ അതിന്റെ ക്രമമായിട്ട് എഴുതാനായിട്ടാണ് ശ്രമിക്കുന്നത്. പുസ്തകത്തിനകത്ത് വേറെ രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മാർഗത്തിലൂടെ നിങ്ങളത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഈ 5 പരിപാടികളും ഒരുമിച്ച് തന്നെയാണ് നടക്കുന്നത്, അല്ലാതെ ആദ്യം ഞാൻ ഈ എഴുതുന്നത് തന്നെ ആദ്യം നടക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പൊടിച്ച ഈ ആണല്ലോ, അതായത് പൊടിച്ച ഹേമറ്റൈറ്റും ഈ ചുണ്ണാമ്പ് കല്ലും അതുപോലെ തന്നെ കാർബണും കൂടെ ഇതിനകത്ത് ഇടുന്ന സമയത്ത് നല്ല ചൂടലിയുടെ അതിശക്തമായ ചൂടാണ് ഇതിനകത്തുള്ളത് അല്ലേ. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇഷ്ടം പോലെ അടിയിൽ നല്ല രീതിക്ക് ചൂട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വായു ഇതിനകത്ത് കിടക്കുകയാണ്, ചൂട് വായുവാണ് ഇതിനകത്തുള്ളത് അല്ലേ. അപ്പൊ നോക്കിയപ്പോ ഈ ഉയർന്ന താപനിലയിൽ ഈ ഇട്ടുകൊടുത്ത കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ചിട്ട് എന്തൊക്കെയായിട്ട് മാറി? കാൽഷ്യം ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട്. അപ്പൊ ഇതിൽ നടന്ന ആദ്യത്തെ പരിപാടി എന്താണ്? കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ചിട്ട് അതെന്തൊക്കെയായിട്ട് മാറി? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറി. ഇക്വേഷൻ എഴുതാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇവിടെ ഒരു CA ഒരു CA നോക്കിയേ, ഒരു C രണ്ടും ഒന്നും ഇവിടെ കൂട്ടുമ്പോൾ എത്ര? 3 പോയിന്റ് അല്ലേ. അപ്പൊ ഇത് തന്നെയാണ് ഇപ്പുറത്തേക്ക് എഴുതിയിരിക്കുന്നത്. CaCO3 എന്തായിട്ട് മാറി? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറിയേ. അപ്പോ ഈ ഇവിടെ ഉണ്ടായ ഈ കാൽഷ്യം ഓക്സൈഡ് ഉണ്ടല്ലോ, ഈ കാൽഷ്യം ഓക്സൈഡ് ആരുമായിട്ട് അങ്ങ് ചേരും? നമ്മുടെ ഹേമറ്റൈറ്റിൽ ഞാൻ പറഞ്ഞു ഒരു ഇംപ്യൂരിറ്റി കിടപ്പുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആ ഇംപ്യൂരിറ്റി അതായത് ആ ഗ്യാങ് ആയ സിലിക്കൺ ഡയോക്സൈഡുമായിട്ട് ഈ കാൽഷ്യം ഓക്സൈഡ് അങ്ങ് കമ്പൈൻ ചെയ്യും. നമ്മൾ നേരത്തെ എന്ത് പരിപാടികൾ ചെയ്താറൊക്കെ നമുക്ക് സിലിക്കൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഈ ഹേമറ്റൈറ്റിൽ നിന്ന് സിലിക്കൺ ഡയോക്സൈഡിനെ മാറ്റുവാനായിട്ട് സാധിച്ചില്ല. പക്ഷെ നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ഇട്ട സമയത്ത് അവിടെ ഉണ്ടായ ഈ കാൽഷ്യം ഓക്സൈഡ് ആരുമായിട്ട് അങ്ങ് ചേരും? സിലിക്കൺ ഡയോക്സൈഡുമായിട്ട് ചേരും. ഹേമറ്റൈറ്റിലെ ഗ്യാങ്ങായ സിലിക്കൺ ഡയോക്സൈഡുമായിട്ട് ചേർന്നത് എന്തായിട്ട് മാറി? കാൽഷ്യം സിലിക്കേറ്റ് ആയിട്ട് മാറി. നോക്കിയേ, ഈ ഇക്വേഷൻ പ്രയാസമുള്ള ഇക്വേഷൻ അല്ല. ഇത് CA ഇത് CA. നോക്കിയേ, SiO2 ഒരു 2+1 എന്ത് കിട്ടി? 3. അപ്പോൾ ഈ കാൽഷ്യം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡുമായിട്ട് ചേർന്ന കാൽഷ്യം സിലിക്കേറ്റ് ആയിട്ട് മാറി. ഇത് നമുക്കറിയാം, ഇത് ആരാണ്? ഇത് ഗ്യാങ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ. ഗ്യാങ് ഇതിപ്പോ സിലിക്കൺ ഡയോക്സൈഡിനെ നമ്മൾ എന്ത് പരിപാടി ചെയ്താറെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡ് ഈ ഹേമറ്റൈറ്റിൽ നിന്ന് മാറി വരാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ മാറി വരാൻ തയ്യാറായിട്ട് നിൽക്കുകയല്ല. അപ്പൊ ഈ സിലിക്കൺ ഡയോക്സൈഡിനെ നമ്മൾ ആരുമായിട്ട് ചേർത്തു? കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു പുതിയ ആളുമായിട്ട് ചേർത്തിട്ട് വേറെ ഉരുക്കി അല്ലെങ്കിൽ ഉരുകിയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ആ കിട്ടിയ പുതിയ ആളിനെ വിളിക്കുന്ന പേരാണ് സ്ലാഗ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സ്ലാഗ്? ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ് ഗ്യാങ്? എന്താണ് എന്താണ് നമ്മുടെ ഓറിനകത്തുള്ള ഇമ്പ്യൂരിറ്റി? എർത്തിലി ഇമ്പ്യൂരിറ്റീസ് ആണ്. അയിരിൽ കാണപ്പെടുന്ന ഭൗമ മാലിന്യങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗ്യാങ് എന്ന് വിളിക്കാം. ആ ഗ്യാങ് എന്തായിട്ട് മാറിയിരിക്കുന്നു? സ്ലാഗ് ആക്കി മാറ്റിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഗ്യാങ്ങിനെ ചിലപ്പോൾ നമുക്ക് നേരിട്ട് നീക്കം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എളുപ്പത്തിൽ വേർതിരിക്കത്തക്ക രീതിയിൽ സ്ലാഗ് ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഗ്യാങ്ങിനെ സ്ലാഗ് ആക്കാൻ എടുക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. അപ്പൊ പുതിയ 2 വാക്കുകളും കൂടെ നമ്മൾ പഠിച്ചു, ഫ്ലക്സ്, സ്ലാഗ്. അപ്പൊ എന്താ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഗ്യാങ്ങിനെ സ്ലാഗ് ആക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളാണ് ഫ്ലക്സ്. എന്താണ് സ്ലാഗ്? ഫ്ലക്സും ഗ്യാങ്ങും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന പുതിയ പദാർത്ഥമാണ് സ്ലാഗ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാം. ഫ്ലക്സ് പ്ലസ് ഗ്യാങ് ഗീവ്സ് എന്താണ്? സ്ലാഗ് എന്നെഴുതി കൂടെ. അതായത് ഫ്ലക്സും ഗ്യാങ്ങും കൂടെ ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? സ്ലാഗ്. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ ഫ്ലക്സ് ഏതാണ്? അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിൽ അല്ലെങ്കിൽ അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ സമയത്തെ ഫ്ലക്സ് ആരാണ് എന്ന് ചോദിക്കാം. ആരാണ് ഇവിടുത്തെ ഫ്ലക്സ്? കാൽഷ്യം ഓക്സൈഡ് ആണ് ഇവിടുത്തെ ഫ്ലക്സ്. ഇങ്ങനെ ഈ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞ ഫ്ലക്സ് ഉണ്ടാകാനല്ലേ ഈ കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു കൊടുത്തത്. അപ്പോൾ ഈ ഹേമറ്റൈറ്റിനോടൊപ്പം കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്തിരിക്കുന്നതിന്റെ റീസണും എന്ത് തന്നെയാണോ? ഈ സിലിക്കൺ ഡയോക്സൈഡിനെ സ്ലാഗാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ആരെ വേണം? കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു ഫ്ലക്സിന്റെ ആവശ്യകതയുണ്ട്. ഈ ഫ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാസ്റ്റ് ഫർണസിനകത്ത ഈ ഫ്ലക്സ് കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞ ഈ ഫ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്? കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ആ കാൽഷ്യം കാർബണേറ്റ് ചൂടത്തെ ഡീകമ്പോസ് ചെയ്തത് കാൽഷ്യം ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറി. അതിനുശേഷം ഈ കാൽഷ്യം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡുമായിട്ട് ചേർന്നിട്ട് കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞ സ്ലാഗായിട്ടൊക്കെ മാറി. അപ്പൊ നമ്മുടെ കയ്യിലിരുന്ന ആ സിലിക്കൺ ഡയോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്തു? ആ ഹേമറ്റൈറ്റിൽ നിന്ന് അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റി ആയ സിലിക്കൺ ഡയോക്സൈഡിനെ നമ്മൾ മാറ്റി. അപ്പൊ ഞാൻ ഇതിനെ ചെറുതാക്കി ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇത് ഫ്ലക്സ്, ഇത് ഗ്യാങ്, ഇതെന്താണ്? സ്ലാഗ്. ഓക്കെ,
അപ്പൊ നോക്കി ഇവിടെ ഇനി ബാക്കി ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കിടപ്പുണ്ട്, ഇവിടെ കാർബൺ ഒക്കെ കിടപ്പുണ്ട്. ഇവരുടെ പരിപാടികൾ നമുക്ക് നോക്കണം അല്ലെ. അപ്പൊ നോക്കി വീണ്ടും ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നോക്കി ഈ വീഴുന്ന കാൽഷ്യം കാർബണേറ്റിന്റെ പരിപാടി നമ്മൾ കണ്ടു. ഇത് നോക്കി കാർബൺ എന്ത് ചെയ്യും എന്ന് നോക്കാം അല്ലെ. ഈ കാർബൺ നോക്കി ഇതിനകത്ത് ഹോട്ട് എയർ ഫ്ലോ എന്ന് പറഞ്ഞു അല്ലെ, അതായത് ചൂട് വായു ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു അല്ലെ. അതായത് ഈ കാർബൺ ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഓക്സിജൻ ഇങ്ങനെ കയറി കയറി പോവുകയാണ് അല്ലെ. ഈ വരുന്ന ഓക്സിജനുമായിട്ട് ഈ കാർബൺ അങ്ങ് ചേർന്നിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മുകളിൽ നിന്ന് വീഴുന്ന ആ ചാർജിനകത്തുള്ള കാർബൺ ഈ ബ്ലാസ്റ്റ് ഫർണസിനകത്തുള്ള ഓക്സിജനുമായിട്ട് ചേർന്നിട്ട്, കാർബൺ ഓക്സിജനുമായിട്ട് ചേർന്നാൽ എന്ത് കിട്ടണം? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി. അതിനോടൊപ്പം തന്നെ എന്തും കുറച്ച് പുറത്തേക്ക് വിട്ട് കുറച്ച് ഹീറ്റ് എനർജിയും കൂടെ പുറത്തേക്ക് വിട്ടു. അപ്പൊ നോക്കിയേ, ഈ പരിപാടി നടന്നത് ഈ ഫർണസിന്റെ മുകളിലാണോ നടുക്കാണോ താഴെയാണോ? മുകളിലല്ല, അതുപോലെ നടുക്കുമല്ല. എവിടെയാണ് നടന്നത്? ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ ബോട്ടമിലാണ്, ബ്ലാസ്റ്റ് ഫർണസിന്റെ ഏറ്റവും ചുവട്ടിലാണ് എന്ത് പരിപാടി നടന്നത്? ഈ ഇക്വേഷൻ, ഈ റിയാക്ഷൻ നടന്നത്. അതായത് ചാർജിലെ കമ്പോണന്റ് ആയ കാർബൺ ഈ ബ്ലാസ്റ്റ് ഫർണസിലെ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റുമായിട്ട്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇത് എന്ത് പ്രോസസ് ആണ്? ഇതൊരു എക്സോതെർമിക് പ്രോസസ് അല്ലേ, അല്ലെങ്കിൽ ഒരു താപമോചക പ്രവർത്തനം അല്ലേ. ഇങ്ങനെ ഒരു താപമോചക പ്രവർത്തനം. അപ്പൊ ഈ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതിനകത്തെല്ലാം ഒരേ അളവിൽ ചൂടാണുള്ളത്. പക്ഷെ നിങ്ങളുടെ നോക്കിയ പുസ്തകത്തിനകത്ത് നോക്കി ഇവിടെ എഴുതിയിരിക്കുന്ന താപനില കൂടുതലും മുകളിലേക്ക് ചെല്ലുന്നതിനനുസരിച്ച് കുറവുമാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ഇവിടെ ചോദിക്കാനുള്ളതാണ് അടുത്ത ചോദ്യമാണ്, ബ്ലാസ്റ്റ് ഫർണസിന്റെ ബോട്ടമില ചൂട് കൂടാൻ കാരണം എന്ത് എന്ന് ചോദിക്കാം. ബ്ലാസ്റ്റ് ഫർണസിന്റെ ചുവട്ടില താപനില കൂടുതലാണ്, അല്ലെങ്കിൽ മുകളിനേക്കാളും ചൂട് വളരെ കൂടുതലാണ് ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിയില. റീസൺ എന്താണ് എന്ന് ചോദിക്കാം. എന്താണ് റീസൺ? ഈ ഇക്വേഷൻ അങ്ങോട്ട് അപ്പോഴവിടെ എഴുതി വെക്കുക. ഈ ഒരു എക്സോതെർമിക് പ്രോസസ്, അല്ലെങ്കിൽ ഈ ഒരു താപമോചക പ്രവർത്തനം ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിയിൽ നടക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അടിയിൽ ഈ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഒരേ താപനിലയാണ്, പക്ഷെ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്തു, വീണ്ടും ഹീറ്റ് ഇവിടെ അടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ രണ്ടും കൂടെ ചേർന്ന് കൂടിയ അളവിലുള്ള താപമായിട്ട് മാറി. ഇങ്ങനെ ചൂട് കൂടുതൽ എവിടെയാണ്? ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിയിലാണ്. ഓക്കെയാണോ? അപ്പൊ എന്തുകൊണ്ടാണ് ഫർണസിന്റെ അടിയിലെ ചൂട് കൂടാൻ കാരണം? ഈ എക്സോതെർമിക് പ്രോസസ്, അല്ലെങ്കിൽ ഈ താപമോചക പ്രവർത്തനം ഈ ഫർണസിന്റെ അടിയിൽ നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ. അപ്പൊ നോക്കിയേ, ഇവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി, ഇവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ചൂടത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം വികസിച്ചെന്ന് മുകളിലേക്ക് ചെല്ലൂലയുടെ. മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വീണ്ടും മുകളിൽ നിന്ന് ഇങ്ങനെ കാർബൺ വീണുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് ചൂടത്ത് വികസിച്ചിട്ട് മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ കാർബൺ അതിനെ അങ്ങ് റിഡക്ഷൻ ചെയ്യും. അതിന് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബൺ റിഡക്ഷൻ ചെയ്യാനായിട്ട് എന്തിന്റെ പ്രസൻസ് കൂടെ വേണം? കുറച്ച് ഹീറ്റിന്റെ ആവശ്യം കൂടെ ഉണ്ട്. അത് രണ്ടും കൂടെ ചേർന്നിട്ട് അത് എന്തായിട്ട് മാറും? കാർബൺ മോണോക്സൈഡ് ആയിട്ട് തന്നെ മാറും. അപ്പൊ എന്താ സംഭവിച്ചത്? ഇവിടെ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ്, ഇവിടെ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ ഇതിനകത്തെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിന്റെ അടിയിൽ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നല്ല ചൂടത്ത് ഇങ്ങനെ വികസിച്ച് മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് മുകളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുകയാണ്? കാർബൺ ഇങ്ങനെ ഈ പറയുന്ന മൂന്ന് പേര് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ആ വീഴുന്നതിലെ കാർബണുമായിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ഷൻ ഏർപ്പെട്ടിട്ട് അതിനെ കാർബൺ മോണോക്സൈഡ് ആക്കി. അപ്പൊ നമുക്ക് ഈ ഒരു പരിപാടി നടക്കണമെങ്കിൽ ഹീറ്റിന്റെ ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ ഇത് എന്ത് പ്രോസസ്സാണ്? ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്, അല്ലെങ്കിൽ എന്താണ്? ഒരു താപ ആഗിരണ പ്രവർത്തനമാണ്. അപ്പൊ ഈ ഒരു എൻഡോതെർമിക് പ്രോസസ് അല്ലെങ്കിൽ താപ ആഗിരണ പ്രവർത്തനം എവിടെ നടക്കുകയാണ്? ഈ ഫർണസിന്റെ മുകളിലാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ ഫർണസിന്റെ താഴെ ഒരു താപമോചക പ്രവർത്തനം നടക്കുന്നു, അതുകൊണ്ട് തന്നെ ഫർണസിന്റെ അടിയിൽ ചൂട് കൂടുതലാണ് എന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയ ഫർണസിന്റെ മുകളിൽ എന്ത് നടക്കുന്നു? ഒരു എൻഡോതെർമിക് പ്രോസസ്സ് നടക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ്? താപ ആഗിരണ പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ ഫർണസിന്റെ മുകളിൽ എന്ത് കുറയും? അതായത് ഈ ചുറ്റുപാടുമുള്ള ചൂടെല്ലാം കൂടെ വലിച്ചെടുത്തിട്ടാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബൺ റിഡക്ഷൻ നടത്തി, അല്ലെങ്കിൽ നിരോക്സീകരണം നടത്തിയിട്ട് കാർബൺ മോണോക്സൈഡ് ആക്കി മാറ്റിയത്. ഇങ്ങനെ ഒരു എൻഡോതെർമിക് പ്രോസസ്, ഒരു താപ ആഗിരണ പ്രവർത്തനം ഈ ഫർണസിന്റെ മുകളിൽ നടക്കുന്നത് കൊണ്ടാണ് ഫർണസിന്റെ മുകളിൽ, ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിൽ ചൂട് കുറവാകാൻ കാരണം. അപ്പൊ പരീക്ഷയ്ക്ക് ഇവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈ ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണ സമയത്ത് ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിലെ ചൂട് കുറവാണ് എന്ത്? അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എഴുതി ആര്യം അങ്ങോട്ട് എഴുതി വയ്ക്കുക.
ഇനി ഫർണസിന്റെ അടിയിൽ ചൂട് കൂടുതലാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാരണം എഴുതാനായിട്ട് എന്താ? ഈ ഇക്വേഷൻ എഴുതി അതിന്റെ റീസൺ അങ്ങോട്ട് എഴുതി. അപ്പൊ ഇത്രയും പരിപാടികളൊക്കെ നടന്നു അല്ലേ? അപ്പൊ നോക്കി, ഇവിടെ ഒരു കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഒരു റെഡ്യൂസിങ് ഏജന്റ് ഇവിടെ ഉണ്ടായി അല്ലേ? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെറ്റാലിക് ഓക്സൈഡിൽ നിന്ന്, അതായത് ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്ന പരിപാടി റിഡക്ഷൻ ആണ്. അതിനനുയോജ്യമായ റെഡ്യൂസിങ് ഏജന്റ് ഒക്കെ വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുകിൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് കാർബണോ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്താ എടുക്കുന്നത്, വൈദ്യുതിയോ ഒക്കെ ആണ് എന്ന് എടുക്കുന്നത്, റിഡക്ഷൻ ചെയ്യാനായിട്ട് എടുക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ഇവിടെ ഉണ്ടായ ഈ കാർബൺ മോണോക്സൈഡ് ഹേമറ്റൈറ്റുമായിട്ട് അങ്ങോട്ട് ചേരും അല്ലേ? ഹേമറ്റൈറ്റുമായിട്ട് രാസപ്രവർത്തനം നടത്തിയിട്ട്, കാർബൺ മോണോക്സൈഡ് ഹേമറ്റൈറ്റുമായിട്ട് രാസപ്രവർത്തനം നടത്തിയിട്ട് എന്തായിട്ട് മാറും? അയണും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. നമുക്ക് ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. Fe2O3 പ്ലസ് എന്താ 3CO gives എന്താണ് 2Fe പ്ലസ് എന്താണ് 3CO2 എന്ന് പറഞ്ഞ. അപ്പൊ നോക്കി, ഇവിടെ നമുക്ക് എന്തുണ്ടായി? ഇരുമ്പ് ഉണ്ടായി. അപ്പോൾ ഫർണസിന്റെ അടിയിൽ ഇങ്ങനെ ഇരുമ്പ് ഉരുക്കി കിടക്കുകയാണ്. അതിന് തൊട്ട് മുകളിൽ ആര് ഉരുക്കി കിടപ്പുണ്ട്? ഇവിടെ ഒരു സാധനം നേരത്തെ ഉരുക്കി കിടപ്പുണ്ടായിരുന്നു. എന്താണ് ഈ സാധനത്തിന്റെ പേര്? സ്ലാഗ് അല്ലേ? അപ്പൊ സ്ലാഗ് ഉരുക്കി പൊങ്ങി കിടക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഇതുവഴി ഒരു ടാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ കിടക്കുന്ന സ്ലാഗിനെ എങ്ങനെ എടുക്കാം? ഡെൻസിറ്റി കൂടിയ ഇരുമ്പെല്ലാം ഉരുക്കി ഇവിടെ താഴെ കിടക്കും. വേറൊരു ടാപ്പ് വെച്ചാൽ നമുക്ക് വേറൊരു വാൽവിലൂടെ നമുക്ക് ഇരുമ്പിനെയും വേർതിരിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഈ കിട്ടിയ ഇരുമ്പ് ഏറ്റവും പ്യുവർ ഇരുമ്പൊന്നുമല്ല, അതായത് ഏറ്റവും ശുദ്ധമായ ഇരുമ്പൊന്നുമല്ല. ഇനി ഈ ഇരുമ്പിനെ നമ്മൾ എന്ത് ചെയ്യും? വേറെ വൃത്തിയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് അതിനകത്തുള്ള ബാക്കി കണ്ടന്റുകൾ, ബാക്കി കാർബൺ കണ്ടന്റ്, മാംഗനീസ്, ഇങ്ങനെയുള്ള കണ്ടന്റുകളെല്ലാം മാറ്റിയിട്ട്, മറ്റ് എലമെന്റുകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും പ്യൂർ ഇരുമ്പായിട്ട്, അയണായിട്ട്. ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടിയ ഈ ഇരുമ്പിനെ വിളിക്കുന്ന പേരാണ് പിഗ് അയൺ. പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് പിഗ് അയൺ എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ ആൻസർ എഴുതി വെക്കും. അയൺ ഒബ്റ്റെയിൻഡ് ഫ്രം ബ്ലാസ്റ്റ് ഫർണസ്. എന്താ? ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പാണ് പിഗ് അയൺ. പിഗ് അയണിനെ ശുദ്ധീകരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാസ്റ്റ് അയൺ, റോട്ട് അയൺ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇത്രയുമാണ് ഈ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് നടക്കുന്ന ഇക്വേഷൻ. ആദ്യത്തെ കാര്യം ഞാൻ വീണ്ടും പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. ഈ ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മൾ എന്ത് ചെയ്തു? ബ്ലാസ്റ്റ് ഫർണസിനകത്തേക്ക് പൊടിച്ച ഹേമറ്റൈറ്റും കാൽഷ്യം കാർബണേറ്റും കാർബണും നിക്ഷേപിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഈ ഇതിനകത്തുള്ള ചൂടത്ത്, ബ്ലാസ്റ്റ് ഫർണസിനകത്തുള്ള അതിശക്തമായ ചൂടിൽ കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ച് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറി. ഈ കാൽഷ്യം ഓക്സൈഡ് സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഈ ഗ്യാങ്ങുമായിട്ട്, ഹേമറ്റൈറ്റിലെ ഗ്യാങ്ങായ സിലിക്കൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്ന കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞ ആളായിട്ട് മാറി. അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സ്ലാഗ് എന്ന് വിളിച്ചു. അപ്പോൾ സ്ലാഗ് ആക്കി മാറ്റാൻ, ഗ്യാങ്ങിനെ സ്ലാഗ് ആക്കി മാറ്റാൻ എടുത്ത ഈ കാൽഷ്യം ഓക്സൈഡിനെ പോലുള്ള സബ്സ്റ്റൻസുകളെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഫ്ലെക്സ് എന്ന് വിളിച്ചു. ഇനി എന്ത് സംഭവിച്ചു? ഫർണസിന്റെ അടിയിൽ കാർബൺ ഓക്സിജനുമായിട്ട് ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി. അതിനോടൊപ്പം കുറച്ച് ഹീറ്റും പുറത്തേക്ക് വിട്ടു. തൽഫലമായിട്ട് ഫർണസിന്റെ അടിയിലെ ചൂട് കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡ് ചൂടത്ത് വികസിച്ച് മുകളിലേക്ക് ചെല്ലുമ്പോൾ കാർബൺ അതിന് റിഡക്ഷൻ നടത്തുകയും അതിനെ കാർബൺ മോണോക്സൈഡ് ആക്കി മാറ്റുകയും ചെയ്തു എന്ന് നമ്മൾ കണ്ടു. ഇതൊരു എൻഡോതെർമിക് പ്രോസസ് ആണ്. ഈ നാലാമത് എഴുതിയിരിക്കുന്നത് ഒരു എൻഡോതെർമിക് പ്രോസസ് ആണ്, അല്ലെങ്കിൽ താപ ആഗിരണ പ്രവർത്തനമാണ്. അങ്ങനെ ഒരു താപ ആഗിരണ പ്രവർത്തനം മുകളിൽ നടക്കുന്നത് കണ്ട ഫർണസിന്റെ മുകളിൽ എന്ത് കുറവാണ്? ചൂട് കുറവാണ് എന്ന് നമ്മൾ കണ്ടു. ഇങ്ങനെ ഇവിടെ ഉണ്ടായി കാർബൺ മോണോക്സൈഡ് ഹേമറ്റൈറ്റിനെ റിഡക്ഷൻ ചെയ്തിട്ട് അയണാക്കി മാറ്റുന്നു. ഈ കിട്ടിയ അയണിനെ നമ്മൾ എന്തോന്ന് വിളിച്ചു? പിഗ് അയൺ എന്ന് വിളിച്ചു. അപ്പൊ നോക്കിയേ, ഈ അയണിനകത്ത് കുറെ മെറ്റലുകളൊക്കെ ബാക്കി കുറെ ആൾക്കാരൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ എന്തുണ്ടാക്കാം? അലോയ്സ് ഉണ്ടാക്കാം. അലോയ്സ് നിങ്ങൾക്ക് അറിയാം എന്താണ്? അതൊരു മെറ്റാലിക് കോമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ മെറ്റാലിക് മിക്സർ ആണ്. ഒരു മെറ്റലിന്റെ കൂടെ മറ്റേതെങ്കിലും മെറ്റലുമായിട്ടൊക്കെ ചേർന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് അലോയ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പുസ്തകത്തിന് ഒരു ടേബിൾ 4.6 ഉണ്ട്, അത് ടിക്ക് കൊടുത്ത് വെച്ചോളൂ. അതങ്ങ് കാണാതെ പഠിക്കുക. എന്താണുള്ളത് അതിനകത്ത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ കിടപ്പുണ്ട്, അൽനിക്കോയ് ഉണ്ട്, അതുപോലെ തന്നെ നിക്കറോ, ഇതിലെ കമ്പോണന്റുകൾ കിടപ്പുണ്ട്. അതുപോലെ തന്നെ അത് എന്തിനാണ് ഉപയോഗിക്കുന്നതിന്റെ പ്രോപ്പർട്ടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ആ ടേബിൾ 4.6 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ക്ലാസ് എന്ത് ചെയ്യുക? നിങ്ങൾ 2-3 വട്ടം 2-3 ആവർത്തി എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക? കാണുക. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ഒന്നുകൂടെ എന്ത് ചെയ്യുക? കാണുക. എന്നിട്ട് ഡൗട്ട് ഉള്ളത് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക? അത് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എന്തുമാത്രം പഠിക്കുന്നു? ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അലൂമിനിയം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ വ്യാവസായിക നിർമ്മാണമായ ഹാൾട്ട് ഹെറോൾഡ് പ്രോസസ്സ് എങ്ങനെ ചെയ്യാമെന്ന്. ഓക്കെ.